സോ ഗൈസ്, നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നല്ലൊരു ഫോൺ വേണമെന്നുണ്ടോ? സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് മോട്ടോറോളയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു മോഡൽ. സോ ഇതിൽ അത്യാവശ്യം ലക്ഷറി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഐഫോണിൽ പോലും ഇല്ലാത്ത ലക്ഷറി ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. സോ ഈ ഫോൺസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. ഫോണിന്റെ ഡിസൈൻ വെച്ച് തന്നെ തുടങ്ങാം. സോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നമ്മുടെ മോട്ടോറോളയുടെ ട്രേഡ് മാർക്ക് ഡിസൈൻ പോലെ തന്നെയാണ്. ബട്ട് ഇതിന്റെ ഒരു ബാക്ക് വീഗൻ ലെതർ ഫിനിഷോടുകൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം നൈസായിട്ട് തോന്നിയ ഒരു ഡിസൈൻ ആണ് ഇത്. മോട്ടോറോള ഫോൺസ് വെച്ചാൽ പറയുകയാണെങ്കിൽ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം, നമുക്ക് അത്ര പെട്ടെന്ന് ഒരു എഡ്ജ് സീരീസ് അതുപോലെ തന്നെ അതല്ലാതെ വേറെ സീരീസ് ആണ് പറയാൻ പറ്റുകയില്ല. അതുപോലെയാണ് അവർ ഡിസൈൻ പിടിച്ചിരിക്കുന്നത്. എഡ്ജ് സീരീസ് ആണെങ്കിലും അവിടെ കുറച്ച് ഡിസൈൻ്റെ ഒരു പരിപാടി ഉണ്ട്. ബട്ട് ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത്. പാൻഡോൺ മാർട്ടിനി ഒലീവും അതുപോലെ തന്നെ പാൻഡോൺ കാർബൺ എന്ന് പറഞ്ഞ വേരിയൻസും ആയിട്ട്. ഇതിന്റെ വെയിറ്റ് ആൻഡ് തിക്നെസ് നോക്കുകയാണെങ്കിൽ 186 ഗ്രാംസിന്റെ വെയിറ്റും അതുപോലെ തന്നെ 6.99 ഇഞ്ചിന്റെ തിക്നെസ്സും ആണ് വരുന്നത്. ഇതിൽ IP68+69 റേറ്റിംഗും ഉണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി ഗേറ്റ് സർട്ടിഫിക്കറ്റും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു AI കീ എന്ന് പറഞ്ഞൊരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത് 1.5K സപ്പോർട്ട് ചെയ്യുന്ന 165 ഹെർട്സിന്റെ LTPO ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് LTPO OLED ഡിസ്പ്ലേ 165 ഹെർട്സ് സപ്പോർട്ട് ചെയ്യും. ബട്ട് ഇതിന്റെ UI നമ്മൾ ഉപയോഗിക്കുമ്പോൾ 120 ഹെർട്സിലും ഗെയിമിങ്ങിനായിട്ട് 165 ഹെർട്സിലുമാണ് ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 2100 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ്സും 6200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. സോ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് LPDDR5X റാം UFS 4.1 സ്റ്റോറേജുമാണ്. വില സ്റ്റോറേജിന്റെ ഒക്കെ വില, റാമിന്റെ സ്റ്റോറേജിന്റെ വില കൂടിയപ്പോൾ ഇവരിവിടെ അത്യാവശ്യം വില അത്ര കൂട്ടാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന പ്രൊസസറാണ്. അഡ്രിനോ 840യുടെ GPU തന്നെയാണ്. നമ്മുടെ 8 Gen 5 ഇരിക്കുന്ന എക്സാക്ട് സെയിം GPU ആണ്. 3 മില്യൺ പ്ലസ് AnTuTu സ്കോറും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂളിങ്ങിനായിട്ട് ആർട്ടിക് മെഷ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 165 ഹെർട്സ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ 165 ഹെർട്സിൽ കളിക്കാൻ പറ്റില്ല. അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ 160 ഹെർട്സിലേക്ക് ഗെയിമിംഗ് സപ്പോർട്ട് കൊടുക്കും. അല്ലാണ്ട് വെറുതെ 165 ഹെർട്സ് അവർ വെറുതെ കൊടുക്കുകയില്ല. ഇത് സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ബോസ് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ സ്പീക്കേഴ്സ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5200 mAhന്റെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ 90 വാട്ടിന്റെ ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ ലഭിക്കുന്നു. 5200 mAhന്റെ ബാറ്ററി എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഇതിന്റെ ഒരു ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 8 ഹവേഴ്സോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടും. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ DxO Mark Gold സർട്ടിഫിക്കേഷൻ കിട്ടിയ ബെസ്റ്റ് അണ്ടർ 1 lakh ക്യാമറയാണ് അവർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സോ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ഷൂട്ടറും സോണി ലിറ്റിയ 828 സെൻസർ ആണ്. അതുപോലെ 50 മെഗാ പിക്സലിലെ 3x ടെലിഫോട്ടോ ഷൂട്ടറും നമ്മുടെ ലിറ്റിയയുടെ തന്നെ 600 സെൻസർ ആണ്. അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡും 13 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറാണ് വരുന്നത്. അതും ലിറ്റിയ 500ന്റെ ഒരു സെൻസർ ആണ്. സെൽഫി നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വെച്ച് നിങ്ങൾക്ക് 8K 30 റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഡോൾബി വിഷനോടെ 8K 30 നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 24-85mm പോർട്രേറ്റ്സ് എടുക്കാവുന്നതാണ്. പാൻറ്റോൺ വാലിഡേറ്റഡ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്കിൻ ടോൺസും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ട് ഹൈലൈറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഇനി AI ഫീച്ചേഴ്സ് ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ബേസ്ഡ് AI ഫീച്ചേഴ്സ് ആണ് അവിടെ വരുന്നത്. സോ ഗൂഗിൾ ഫോട്ടോസിൽ എന്തൊക്കെ കിട്ടുന്നോ അത് നമ്മുടെ മോട്ടോറോളയുടെ ഈ ഫോണിൽ കിട്ടും. സോ ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹലോ UI ആണ് വരുന്നത്. Android 16 ബേസ്ഡ് ഹലോ UI. ഇതിൽ നിങ്ങൾക്ക് മോട്ടോ AI 2.0 എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 വർഷത്തോളം. അതുപോലെ തന്നെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് സ്റ്റട്ടേഴ്സ് എന്നും ഞാൻ റിവ്യൂവിൽ നോക്കിയിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല. ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. അതുപോലെ തന്നെ Wi-Fi 6 വരുന്നുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടോ സിഗ്നേച്ചർ കാർഡ് എന്ന് പറയുന്ന സാധനം ഇതിനോട് കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് 6000 രൂപ വരെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ അതുപോലെ നിങ്ങൾക്ക് മറ്റ് ഹോട്ടലിൽ റൂം എടുക്കുകയോ അതുപോലെ തന്നെ വേറെ വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ലൈക്ക് ഊബർ അതുപോലെ വേറെ വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. 6000 റുപ്പീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. 6000 റുപ്പീസ് അത് ഫസ്റ്റ് സർവീസിൽ. സോ താല്പര്യങ്ങൾക്ക് അതും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 59,999 ആണ് ഇതിന്റെ പ്രൈസ്, അപ്രോക്സിമേറ്റ് 60,000. ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് 54,999 എടുക്കാവുന്നതാണ്. 54,999 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ്. ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ഈ ഫോണായിരിക്കും നമുക്ക് നൽകിയിട്ടുണ്ടാവുക. മോട്ടോറോള സിഗ്നേച്ചർ എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ്, ക്യാമറയ്ക്ക് ക്യാമറ, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ UI അത്യാവശ്യം നല്ലതാണ്. UI കുറിച്ച് കുറച്ച് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടതനുസരിച്ച് എനിക്ക് സ്റ്റാറ്റസോ ബഗ്സോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ലവേഴ്സ് ആണെങ്കിൽ ഈ സാധനം എടുക്കാം. ബിക്കോസ് DxO Mark ഗോൾഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് ക്യാമറ ഒക്കെ ആണെങ്കിൽ വിവോയുടെ വെച്ച് നോക്കിയാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണില്ല. അപ്പോൾ വിവോനെ വെച്ചൊന്നും കമ്പയർ അടിക്കാതിരിക്കുക. കാരണം വിവോ ഇറക്കിയിരിക്കുന്നത് 73,000 രൂപയ്ക്കാണ്. ഇത് വന്നത് നമുക്ക് ഒരു 60,000 റുപ്പീസിനാണ്. സോ അങ്ങനെ നിങ്ങൾ കമ്പയർ അടിക്കാൻ എനിക്ക് വിവോയുടെ ആ ഒരു പെർഫോമൻസ് ഇതിൽ അത്യാവശ്യം കിട്ടും. അതുപോലെ തന്നെ ക്യാമറയും അത്യാവശ്യം നല്ലതാണ്, വീഡിയോസ് എടുക്കാനും നല്ലതാണ്. ഞാൻ താല്പര്യമുള്ളൊരു ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ലൈക്ക് അടിക്കുക. അപ്പോൾ ബൈ.